ദൈവത്തിന് മഹത്വം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. 12-ാമത്തെ വാക്യം. യഹൂദനെന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. ന്യായപ്രമാണത്താൽ നീതീകരണം ഉണ്ടാകുകയില്ല എന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ഒരുവൻ രക്ഷിക്കപ്പെടുമെന്നും പൗലോസ്ലീഹ സ്ഥാപിച്ച് സംസാരിച്ച് ജനത്തെ ക്രിസ്തു ദർശനത്തിലേക്ക് നയിക്കുമ്പോൾ 10-ാമത്തെ അധ്യായം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയും ഔന്നത്യവും രേഖപ്പെടുത്തുകയാണ്. യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന 9-ാമത്തെ വാക്യം ഈ അധ്യായത്തിൻ്റെ താക്കോൽ വാക്യമായി, വളരെ ഉൾക്കാമ്പുള്ള വചനമായി നമുക്ക് കാണുവാൻ കഴിയും. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന തിരുവെഴുത്തിലെ ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പൗലോസ്ലീഹ സ്ഥാപിക്കുകയാണ്. യേശുവിൽ നോക്കുന്ന ഒരുവൻ ലജ്ജിച്ചു പോകില്ല. അത് യഹൂദനെങ്കിലും യവനനെങ്കിലും ആര് വിശ്വസിക്കുന്നുവോ, ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ എല്ലാവർക്കും അവരുടെ പ്രാർത്ഥനകൾക്ക്, അപേക്ഷകൾക്ക്, ആവശ്യങ്ങൾക്ക് പരിഹാരം തരുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നൻ ആകുന്നു. അത്യുന്നതനായ ദൈവം സമ്പന്നനാകുന്നു. അളവിൽ കുറയ്ക്കാത്ത ദൈവം, തന്നാൽ തീർന്നു പോകാത്ത കലവറ, ആളുകളുടെ മുഖം നോക്കി വിളമ്പാത്ത നല്ല കലവറക്കാരൻ. കർത്താവ് പറയുന്നു, വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും താൻ നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. ഇന്നത്തെ ദിവസം യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, പരിഹരിക്കുവാൻ കഴിയാത്തതായ വലിയ വിഷയങ്ങൾ ഒന്നും ദൈവത്തിനില്ല. പരിഹരിക്കുവാൻ കഴിയാത്തതായ ചെറിയ വിഷയവും ദൈവത്തിന് ഇല്ല. ആ ദൈവത്തിന് അതിരുകളില്ല, പരിമിതികളില്ല, കലവറയിൽ കുറവില്ല, മുഖപക്ഷം നോക്കുന്നില്ല. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അവരുടെ വിഷയത്തിന് പരിഹാരം തരാൻ അവൻ സമ്പന്നനാകുന്നു. അവങ്കിലേക്ക് നോക്കിയവർ ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ നോക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ തിരുമുഖത്തേക്ക് നോക്കിയവർ
ആരും ലജ്ജിച്ചു പോയില്ല. അവർക്ക് എല്ലാം അവരുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ അവിടുന്ന് സമ്പന്നനെന്ന് അറിയുന്നു. ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും ജനത്തിന് നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.